ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വിഴിഞ്ഞം പോർട്ട് ആൻഡ് ഹാർബർ ട്രിവാൻഡ്രം അവിടേക്കുള്ള യാത്രയാണ്. കുറേ ദിവസമായി അവിടെ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ട്രിവാൻഡ്രത്ത് നിന്ന് നമുക്ക് ഏകദേശം 16 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് വിഴിഞ്ഞം പോർട്ട് ആൻഡ് ഹാർബറിലേക്ക് എത്തിച്ചേരാം. ഒരു ഈവനിങ് ടൈം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനൊരു വൈകുന്നേരമാണ് പോകുന്നത്, അതുകൊണ്ട് വീഡിയോയുടെ ക്ലാരിറ്റിയൊക്കെ കുറവായിരിക്കും. പിന്നെ ഞാനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്, അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി തിരക്കുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, എന്നാലും അത്യാവശ്യം അവിടെ എത്തിച്ചേർന്നപ്പോൾ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ മഴയും ഉണ്ടായിരുന്നു. ഇപ്പോൾ പെയ്തില്ലെങ്കിലും അവിടെ എത്തിയപ്പോൾ മഴയായിരുന്നു. അപ്പോൾ 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് അത്രയും മനോഹരമായ ഒരു കാഴ്ച കാണാൻ സാധിക്കും. BC 2-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സമുദ്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം ഹാർബറിൻ്റെ പേര് പിന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പം വ്യാപാര കേന്ദ്രമാണ്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഹാർബർ വളരെ പ്രശസ്തിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ധാരാളം മത്സ്യങ്ങൾ നമുക്ക് ഇവിടെ എത്തിയാൽ നല്ല അപ്പം തന്നെ പിടിച്ചെടുത്ത മത്സ്യങ്ങൾ നമുക്ക് വാങ്ങാനും സാധിക്കും. അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം അത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പം കാണാൻ സാധിച്ചത്. വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ആദ്യത്തെ ഇന്ത്യയുടെ ഫസ്റ്റ് ഡീപ്പ് വാട്ടർ മെഗാ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ്. അപ്പോൾ അതുമാത്രമല്ലാതെ ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് എന്നാണ്. എന്നാൽ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് സിറ്റിയുടെ പേരുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചിലരൊക്കെ ഇതിനെ ട്രിവാൻഡ്രം പോർട്ടെന്നും പറയുന്നവരുണ്ട്. പക്ഷേ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ ഒരു ചേർച്ചാണ്. ഇത് സെയിൻറ്റ് ജോസഫ് ഷ്രൈൻ. അത്രയേറെ മനോഹരമായൊരു ചർച്ചായിരുന്നു. അതിൻ്റെ കാഴ്ചയെന്ന് പറയുന്നത് മനസ്സിനെ ഒരുപാട് സമാധാനപ്പെടുത്തി. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൾ ഡിസംബർ 25-നാണ് ജനിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ ഏതൊരു ചർച്ചുമായും എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു കണക്ഷൻ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തും. അത് ഉടനെ തന്നെ ഞാൻ വീഡിയോയും എടുക്കാറുണ്ട്. ചർച്ചിൻ്റെ ഷോർട്സിലൊക്കെ ധാരാളം ചർച്ചുകൾ ഞാൻ അത്തരത്തിൽ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ചക്രവാളം. അത്രയേറെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു ചെന്നിറങ്ങിയപ്പോൾ. വാക്കുകളിൽ നമുക്കതിൻ്റെ ഭംഗി വിവരിക്കാൻ പറ്റില്ല. ആ ഒരു കാഴ്ച കണ്ട് ഞാൻ തന്നെ ഇതുവരെ കണ്ടിട്ടില്ല ഇത്തരത്തിലൊരു കാഴ്ച. പല ബീച്ചുകളിലേക്കും പോയെങ്കിലും ചക്രവാളം ഇങ്ങനെ സൺസെറ്റിൽ ചുമന്നിങ്ങനെ കിടക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അത് തന്നെ നോക്കി നിന്നുപോയി എന്നുള്ളതാണ്. ധാരാളം മത്സ്യബന്ധന ബോട്ടുകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് എത്ര സമയം വേണമെങ്കിലും നമുക്കവിടെ ചിലവഴിക്കാം. അത് കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് വാക്കുകളിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ വിഴിഞ്ഞം പിന്നെ പോർട്ടും ഹാർബറും ഒക്കെ ഒന്ന് വന്ന് കാണുന്നത് മനസ്സിന് വളരെ ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയായിരിക്കും. പിന്നെ ഇവിടെ വൈകുന്നേരമായി പോയി, മഴയും തുടങ്ങിയത് കാരണം തന്നെ നമുക്ക് വീഡിയോസൊക്കെ കുറച്ച് ഡാർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു, ഞാൻ പോയത് കൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന്. ഇവിടുത്തെ പാറക്കല്ലുകളൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലുള്ളതാണ്, നല്ല ബ്ലാക്കായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു തിരമാലകളെ ചെറുത്ത് നിൽക്കാനുള്ള ഇതിനു വേണ്ടിയായിരിക്കും ഇതിങ്ങനെ. കുറേ പാറക്കൂട്ടങ്ങൾ ഈ കടൽ തീരവുമായി അടുത്ത് ഇങ്ങനെ കുറേ നിരന്ന് പാറക്കൂട്ടങ്ങളുണ്ടായിരുന്നു. കുറച്ചൊക്കെയാണ് ഞാൻ ക്യാമറയിലേക്ക് എടുത്തത്. പക്ഷെ ധാരാളം ഷേപ്പിലുള്ള റൗണ്ട് ഷേപ്പ്, പല പല ഷേപ്സിലുള്ള പാറക്കൂട്ടങ്ങളാൽ നിറഞ്ഞതായിരുന്നു ഈ പ്രദേശം. ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ് ഇവിടെ വിഴിഞ്ഞത്തെത്തുന്നത്. കോവളത്തിനടുത്തുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ വ്യാപാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൂടിയാണ് മത്സ്യബന്ധനം. അപ്പോൾ നമുക്ക് നല്ല തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നല്ല പോർട്ട് കണ്ടില്ലേ, ഇത്രയും അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ കടലിലേക്കൊക്കെ പോകുമ്പോൾ കൊച്ചുമക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക.
നമ്മൾ ദൂരെ നിന്ന് മാത്രം കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായി ശ്രമിക്കുക. കടലെന്ന് പറയുന്നത് നമുക്കൊരിക്കലും വർണ്ണിക്കാൻ കഴിയില്ല, അതിനെപ്പോഴാണ് ഒരു മാറ്റം സംഭവിക്കുന്നതെന്നുള്ളത്. മനോഹാരിതയുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ വളരെയധികം കരുതൽ ആവശ്യമാണെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എപ്പോൾ കടലിൽ പോയാലും ഒരു ശ്രദ്ധ, ഒരു കരുതൽ അതെപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളോടും ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, നമുക്ക് ഭംഗിയും കാര്യങ്ങളും ഒക്കെ ആസ്വദിക്കാം, പക്ഷേ അതിന് നിയന്ത്രിതമായി മാത്രം ആസ്വദിക്കുക.